ഗായ്സ്, ട്രാവൽ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ലോങ് ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ലണ്ടൻ ടു കൊച്ചിയാണ്. അപ്പോൾ ലണ്ടൻ ഹീത്രൂവിൽ നിന്ന് നമ്മൾ നേരെ കൊച്ചിക്ക് പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ വെക്കേഷന് പോവുകയാണ്. അപ്പം ഒരു ലോങ് ട്രിപ്പാണിത് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് സൗദി എയർലൈൻസിലാണ്. അപ്പോൾ സൗദി എയർലൈൻസിന് അധികം ആൾക്കാർ ചൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സൗദി എയർലൈൻസിലാണ് പോകുന്നത്. അപ്പം ആ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, എവിടേക്കൊക്കെ സ്റ്റോപ്പ്, എത്ര റേറ്റ് ആവും, അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലണ്ടൻ ടു കൊച്ചി. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഗൈസ്, നമ്മൾ ടെർമിനൽ 4 എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടെന്ന്. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും, കാരണം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഹീത്രൂ ഞാൻ ഒത്തിരി സമയം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഈ സൗദി എയർലൈൻസിൻ്റെ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ക്യൂ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്പർ 6 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ. ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ, സൗദി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്. ഇത് നേരെ പോകുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ഇതിൻ്റെ വരുന്നത് നമ്മുടെ റിയാദിലാണ് ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. സൗദി അറേബ്യയിലുള്ള റിയാദിലാണ് ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. അവിടെ 8 to 9 hours അവിടെ സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അവിടെ നിന്നാണ് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് അതൊരു ബോയിങ് ഫ്ലൈറ്റാണ്. ബോയിങ് 777 കമ്പനിയുടെ ഫ്ലൈറ്റാണിത്. ഇതിന് 381 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഫ്ലൈറ്റാണ്. അതിൻ്റെ അത് 30 സീറ്റ് ബിസിനസ് ക്ലാസ്സും ബാക്കി 351 സീറ്റ് വരുന്നത് എക്കണോമി സീറ്റുകളുമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും വരുന്നത്. അപ്പം ഇന്ത്യയിലെ എക്കണോമിക് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന എക്കണോമിക് ക്ലാസ്സാണ്. അപ്പോൾ ഇതിനകത്ത് എക്കണോമിക് ക്ലാസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് ഉള്ള സ്ഥലവും, അതുപോലെ തന്നെ കുറച്ച് ഇൻഫോ സിസ്റ്റംസ് ആണെങ്കിലും എല്ലാവർക്കും സെപ്പറേറ്റ് LCD സ്ക്രീൻസ്, റിമോട്ട് ഇതെല്ലാം ഉള്ള നല്ല ഒരു പ്രീമിയം എക്കണോമി എന്ന് വേണമെന്ന് തന്നെ പറയാം. അതുപോലത്തെ ക്വാളിറ്റിയുള്ള അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. ആദ്യമേ നമുക്കൊരു ബ്ലാങ്കറ്റ് തന്നു. അത് കഴിഞ്ഞൊരു ഹോട്ട് ടവൽ തന്നു, അതെല്ലാവർക്കും ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി. അത് കഴിഞ്ഞൊരു ഹെഡ്ഫോൺ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആദ്യമേ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തത്. അങ്ങനെ ഗൈസ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയാണ്. ഒരു പൗച്ച് നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്നാക്കിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ നമുക്കൊരു പേസ്റ്റും ബ്രഷുമാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. ആ പൗച്ചിനകത്തുണ്ടായിരുന്നു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു സോക്സ് ഉണ്ട്. നമുക്ക് സോക്സ് വേണേൽ കാലിട്ട് അവിടെ നമ്മുടെ സോക്സൊക്കെ ഊരി മാറ്റി വെക്കാം. അതുപോലെ തന്നെ പിന്നെല്ലാം വന്നത് ഒരു
ഒരു ഇയർ പ്ലഗ് ഉണ്ട്. ഈ ഒരു ഇയർ പ്ലഗ് നമുക്ക് മറ്റേ സൗണ്ടുകളൊക്കെ ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കാം. പിന്നെ ഒരു ഐ പാച്ച് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഉറങ്ങുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ആ പൗച്ചിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് അവരൊരു ഒരു കോഫി, ഞാൻ നേരത്തെ കുവൈറ്റിലുണ്ടായിരുന്നു, അവിടെ വെച്ച് ആ കോഫി ഞാൻ കുടിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ പേര് ഗാവ എന്നാണ്. അത് വെച്ച് സ്ട്രോങ് കോഫിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ഡേറ്റ്സ് അവർ തന്നു. അത് നല്ല റിഫ്രഷിങ് ആണ്. പിള്ളേർക്കൊക്കെ കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല ചോക്ലേറ്റും അവർ പ്രൊവൈഡ് ചെയ്തു. ഇത്രയും സാധനങ്ങളാണ് ആദ്യമേ അവരത് പ്രൊവൈഡ് ചെയ്തത്. ഗാവ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത്, കാരണം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഗാവ കുടിക്കുന്നത്. അപ്പം ഇച്ചിരി കട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ നല്ല ഒരു കോഫിയാണ്, റീഫ്രഷിങ് കോഫി തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡേറ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തു. അതൊരു ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്തു. ലഞ്ച് ഞാൻ ഓർഡർ ചെയ്തതും മാഷ്ഡ് പൊട്ടാറ്റോ അതുപോലെ തന്നെ ബീഫുമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സലാഡും ഒരു ചെറിയ കേക്കിൻ്റെ പീസും വരുന്നുണ്ട്. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ പിള്ളേരൊക്കെ ചിക്കൻ ബിരിയാണി പോലുള്ളൊരു, ചിക്കൻ ബിരിയാണി ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്ന റൈസും ചിക്കനുമായിട്ടുള്ള ഒരു ലഞ്ചാണ് അവർ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിനി ലാൻഡിങ് ടൈമാണ്, റിയാദിലേക്കുള്ള ലാൻഡിങ് ടൈമായിട്ടുണ്ട്. അപ്പം വളരെ സേഫായിട്ട് നമ്മളിതാ റിയാദിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമ്മൾ 9 മണിക്കൂർ ഇവിടെ സ്റ്റേ ഉണ്ട്. ആ 9 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് കൊച്ചിക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുന്നു. അങ്ങനെ ഗൈസ് നിയർലി 10 hours നമ്മൾ റിയാദ് എയർപോർട്ടിൽ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞങ്ങളതൊരു ലോഞ്ച് യൂസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ടയേർഡായിട്ടില്ല, ഞങ്ങളെല്ലാവരും ലോഞ്ചിലായിരുന്നു. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പം നമ്മുടെ റിയാദിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി. ഇപ്പം അതിൻ്റെ ടേക്ക് ഓഫ് ടൈമാണ്. അതുപോലെ തന്നെ ഇപ്പം ഫുഡും കാര്യങ്ങളും എല്ലാം ലണ്ടനിൽ നിന്ന് വന്ന സെയിം ഫുഡ് പാറ്റേൺ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ കൊച്ചിയിൽ അടുക്കാറായി. അപ്പം ഇതുണ്ടോ, വെളിയിൽ നിന്നുള്ള വ്യൂ ആണ്, കൊച്ചിയിലോട്ടുള്ള വ്യൂ ആണ് ഇപ്പം കാണുന്നത്. കൂടുതലും മേഘങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഇപ്പം ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു നല്ലൊരു വ്യൂ ആണ്. അപ്പം നമ്മളിനി നേരെ കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകണമാണ്. വളരെ സേഫായിട്ട് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഗായ്സ് നമ്മൾ നാട്ടിൽ കൊച്ചി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് ചെക്കിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ യാത്രയും സംഭവങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലായിരുന്നു. സൗദി എയർലൈൻസിൻ്റെ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചോളം വലിയ പ്രശ്നങ്ങളില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അധികം ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കില്ല, പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റി തരുന്ന ഒരു ഫ്ലൈറ്റ് തന്നെയാണ്.
ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീട് വരുന്ന കോട്ടയത്താണ്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ കോട്ടയത്തോട്ട് പോകണം. ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെക്കിങ് ഇമിഗ്രേഷൻ പരിപാടികളെല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. അത്യാവശ്യം സ്റ്റാഫുകൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ലഗേജും കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാ ലഗേജും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പം നേരെ ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം സൗദി എയർലൈൻസിൻ്റെ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചോളം നല്ല എക്സ്പീരിയൻസ് തന്നെ. ഫുഡും അങ്ങനെ ഒന്നും വലിയതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യല്. ബാക്കി റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിൽ 6 പേർക്ക് കൂടെ 2200 പൗണ്ട് ആയിട്ടുള്ളൂ. അതൊരു വളരെ ചീപ്പായിട്ട് ഉള്ള ഒരു റേറ്റിലാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ ഉള്ള ഫെസിലിറ്റി എല്ലാം ആ ഫ്ലൈറ്റിനുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. സൗദി എയർലൈൻസ് നല്ലൊരു ഫ്ലൈറ്റ് തന്നെയാണ്. താങ്ക് യു. ബാക്കി നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. ബൈ ബൈ.